ഹലോ നമസ്കാരം. ക്രിസ്മസ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു കിടിലൻ പോപ്പപ്പ് കാർഡാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു A4 എടുത്തിട്ടുണ്ട്. A4 തന്നെ വേണമെന്നില്ല, സാധാരണ ബുക്കിലെ പേജ് ആയാലും മതി. ഇനി ഇതിനെ പകുതിയായിട്ടൊന്ന് മടക്കാം. ഇതിൻ്റെ മടക്ക് വരുന്ന ഭാഗത്ത് ഒരു സ്കെയിലിൻ്റെ മെഷർമെൻറ്റിൽ ഗ്യാപ്പ് ഇട്ടിട്ട് 3 സെൻറ്റിമീറ്റർ അളവ് വരുന്നൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. 3 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് വരുന്നൊരു സ്ക്വയറാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബാക്കി 2 സൈഡിലും ഈ ഒരു 3 സെൻറ്റിമീറ്റർ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്ക്വയർ വരച്ച് കംപ്ലീറ്റ് ചെയ്യാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് 5 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ ഒരു സ്ക്വയർ വരയ്ക്കാം. അടുത്തത് വീണ്ടും ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറാണ് വരച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 സ്ക്വയേഴ്സും വരച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എല്ലാം 2 സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്യാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു 3 പീസ് ഇങ്ങനെ പൊക്കി വെക്കുന്നുണ്ട്. ഈ സെൻറ്ററിൽ മടക്ക് വരുന്ന ഭാഗം ഒന്ന് നന്നായിട്ട് മടക്കിയിട്ട് പൊക്കി വെക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ലൈൻ വരച്ചിട്ടുള്ള ഭാഗത്ത് ഇതേപോലെ അകത്തേക്കാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കാം 2 സൈഡിലും. അപ്പം ഈ ഒരു പീസ് ഇങ്ങനെ അകത്തേക്കായിട്ട് വരും. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് പോലെ നിൽക്കുന്ന കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി 2 എണ്ണം ചെയ്യുന്നുണ്ട്. നമ്മളൊരു പോപ്പപ്പ് കാർഡ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്തത്. ഇനി ഞാൻ രണ്ടാമതായിട്ട് ഒരു A4 കൂടി എടുക്കുന്നുണ്ട്. നടു മടക്കി കൊടുക്കാം. എന്നിട്ട് ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ രണ്ടാമത്തതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. ഇതൊട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പേജാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് റെഡ് കളർ സ്കെച്ച് കൊണ്ട് ഒരു ബോർഡർ വരച്ചു കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബോർഡർ വരച്ചിട്ടുണ്ട്. ഓറഞ്ച് കളറിലുള്ളൊരു പേപ്പർ എടുക്കാം. എന്നിട്ട് ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഒരു കുഞ്ഞി സർക്കിൾ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ വേറെ 2 കളേഴ്സിലും ചെയ്യുന്നുണ്ട്. 3 സർക്കിൾസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. എല്ലാ സർക്കിൾസിൻ്റെയും നടു ഒന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗത്ത് പശ തേക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തേൻ്റെ ഒരു സൈഡ് ഇവിടെ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. ഇതുപോലെ തന്നെ മറ്റേതും ചെയ്യാം. ഇങ്ങനെ ഞാനൊരു 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബോളിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിനി നമുക്ക് കാർഡിൻ്റെ ഫ്രണ്ട് പേജിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം.
ഒരു 3 ബോളുകൾ തൂങ്ങിക്കിടക്കുന്നത് പോലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഹാങ് ചെയ്യാൻ ത്രെഡ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓറഞ്ച് വെച്ചിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 3 ക്രിസ്മസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കാർഡിൽ. ഇനി ഇതിലേക്ക് ക്രിസ്മസ് ബെൽസ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് 2 ബെൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിവിടെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ 2 ലീവ്സ് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ടൊരു ബോ കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ബെൽസിനൊരു ഡെഫിനിഷൻ കിട്ടാനായിട്ട് ഞാൻ ഇതിൻ്റെ ബോർഡറിലൂടെ റെഡ് കളർ സ്കെച്ച് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ കുറച്ച് ഭംഗിയായിക്കോട്ടെ എന്ന് വെച്ച് ചെയ്താണ്. ഇപ്പം നമ്മുടെ പോപ്പപ്പ് കാർഡിൻ്റെ ഫ്രണ്ട് പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെൻറ്ററിലെ പേജിലേക്ക് പോവാം. സെൻറ്ററിൽ ബ്ലാക്ക് കളർ സ്കെച്ച് വെച്ചിട്ട് ഞാനൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സീനറി വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലാക്ക് ഓയിൽ പേസ്റ്റൽസ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടൊന്ന് ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ്. ലൈറ്റായിട്ട് കൊടുത്താൽ മതി. ഒരു നൈറ്റ് തീം കിട്ടാൻ വേണ്ടിയിട്ടാണ്. താഴെ കുറച്ച് മഞ്ഞുമലകൾ വേണം. അപ്പോൾ അതിന് ഞാൻ സ്കൈ ബ്ലൂ കൊടുക്കുകയാണ്. സ്കൈ ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് മല പോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മഞ്ഞിൻ്റെ ഒരു ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം വൈറ്റ് പേപ്പറിൽ നിന്ന് കുറച്ച് സ്റ്റാർ ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡറിൽ ഒരു ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ നൈറ്റ് സ്കൈൻ്റെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല. പോപ്പപ്പ് കാർഡാണ്. അപ്പോൾ കുറച്ചുകൂടി പണിയുണ്ട്. ഗ്രീൻ കളർ പേപ്പറിൽ 2 ക്രിസ്മസ് ട്രീ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് പേപ്പറിൽ സാന്റാക്ലോസിനെ വരച്ച് കളർ ചെയ്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് 3ഉം നമുക്ക് സെൻറ്ററിൽ ആ പൊങ്ങി വന്നിട്ടുള്ള സ്റ്റെപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. സാന്റാക്ലോസിന് സെൻറ്ററിൽ ഒട്ടിക്കാം. 2 സൈഡിലും 2 ക്രിസ്മസ് ട്രീ കൂടി ഒട്ടിക്കുന്നുണ്ട്. വേണമെങ്കിൽ സ്നോമാനൊക്കെ വരച്ച് കട്ട് ചെയ്ത് ഒട്ടിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു മഞ്ഞ് താഴ്വരയിൽ ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് ട്രീ എല്ലാം ഉള്ളതുപോലാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെയുള്ള സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാനൊരു റെഡ് കളർ പേപ്പറിൽ മേരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓരോ ലെറ്റേഴ്സും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഡയറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ മേരി ക്രിസ്മസ് അല്ലെങ്കിൽ ഹാപ്പി ക്രിസ്മസിനോ എന്താണെന്ന് വെച്ച് എഴുതി കൊടുത്താൽ മതി. ഓരോ ലെറ്റേഴ്സും ഞാൻ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ കിടിലൻ പോപ്പപ്പ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. കൂടുതലായിട്ടും റെഡ് കളേഴ്സാണ് ഇതിലുള്ളത്. എന്നാലും എല്ലാ കളറും ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഒരു ക്രിസ്മസ് കാർഡിൻ്റെ ഐഡിയ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് കാണാൻ. വളരെ സിമ്പിളുമാണ്. ഒരുപാട് ടൈമൊന്നും വേണ്ട ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു വൈറ്റ് പേപ്പറാണ് ഈ ഒരു കാർഡ് ഉണ്ടാക്കാൻ ബേസിക്കായിട്ട് വേണ്ടുന്ന സാധനം. അതെല്ലാവരുടെ കയ്യിലും കാണും. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇതിൽ ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. എന്നിട്ട് അതൊന്ന് അടിപൊളിയാക്കി എടുക്കുക. ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സിമ്പിൾ പോപ്പപ്പ് കാർഡ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്മസ് സീരീസിൽ ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മിസ്സാക്കാതെ കാണണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഈ കാർഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോസ് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സജഷൻസും കൂടി ഉൾപ്പെടുത്താം.
ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ സീരീസിലെ 5ാമത്തെ വീഡിയോയിൽ കാണാം.